നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പുത്രസ്നേഹം എന്ന മായാവലയത്തില് നീ വിശാലിനെ കാലാകാലങ്ങളായി മയക്കി കിടത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പൊ അവൻ ആ വലയം ഭേദിച്ച് നിന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറുമെന്നാ എനിക്ക് തോന്നുന്നത്. മിക്കവാറും എത്രയും പെട്ടെന്ന് തന്നെ അവൻ നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്താക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാവും. അതിന്റെ സൂചനയായിരിക്കും ആ തിരുമേനി നിനക്ക് നൽകിയത്. നിന്റെ സ്ഥിതി പരമദയനീയമാണ് പ്രഭാവതി, പരമദയനീയം. ഇല്ല, ഇനി പരാജയപ്പെടാൻ ഈ പ്രഭാവതി ഇല്ല. 16 വർഷമായി ഞാൻ പരിശ്രമിക്കുന്നത് ഇവിടുത്തെ സ്വത്തുക്കൾ നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു. അതെനിക്ക് നേടിയെടുക്കണം. ആ ലക്ഷ്യം എനിക്ക് സാധിക്കണം. ഈ സ്വത്തുക്കൾ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എല്ലാം ഞാൻ നശിപ്പിക്കും. ഈ വീട് ചുട്ട് ചാമ്പലാക്കും. ഇവിടുത്തെ സ്വത്തുക്കൾ മുഴുവൻ അന്യാധീനമാകും. ഈ നശിച്ചവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ചേച്ചിയോട് ഞാൻ എന്തു പറയും? ചേച്ചി, എടാ എന്തായടാ, അയാളെ കണ്ടോ? ഇല്ല, കണ്ടില്ലേ ചേച്ചി? കണ്ടില്ലേ? ഇല്ല. അയാളെ തിരക്കി ഞാൻ ഈ നാട് മുഴുവൻ അലഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ഇതുവരെ അയാളെ കണ്ടെത്താൻ പറ്റിയില്ല. എടാ കിഴങ്ങ, നീ ഇങ്ങനെ ഒരു വകയ്ക്ക് കൊള്ളാത്തവനായി പോയല്ലോ. ചേച്ചി പ്ലീസ് ചേച്ചി, എനിക്ക് കുറച്ച് സമയം താ. ഞാൻ എങ്ങനെ അയാളെ കണ്ടുപിടിച്ചു തരാം? എവിടുന്ന് കണ്ടുപിടിക്കുന്ന പ്രതാപ? ദേ, ഇത്രയും നാള് നമ്മൾ വെറുതെ ഇരുന്നത് ശരിയായില്ല. ഇനി ചുമ്മാ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പോവാ. എന്നാലേ ശരിയാവൂ. അല്ലാതെ എത്ര നാളിങ്ങനെ ജീവനും കൈ പിടിച്ച് പേടിച്ചു കഴിയും? അതുകൊണ്ട് പ്രതാപ, നമ്മളിതേ അവസാന യുദ്ധത്തിനൊരുങ്ങുക. ഇനി മുന്നും പിന്നും നോക്കാനില്ല. നിനക്ക് സഹായത്തിന് ആളെ വേണമെങ്കിൽ വിളിക്കാം. അതിനി എത്ര ആളുകളെ വേണമെങ്കിലും ആവാം. ചേച്ചി, ചേച്ചി എന്ത് ചെയ്യാൻ പോവാ? തീർത്ത് കെട്ടാൻ പോകുന്നു. വിശാലും പാർവതി ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. രണ്ടിനെയും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. അല്ലേച്ചി, നീ ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ദേ, നീ എന്റെ ഒപ്പം നിൽക്കണം. ശരി, ഞാൻ ചേച്ചി പറയുന്ന പോലെ തന്നെ കേട്ട് നിന്നോളാം. പ്രതാപ, ദേ, വിശാലിന്റെ കാറിൽ ഞാനൊരു GPS ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ എവിടെ പോയാലും അപ്പൊ ആ വിവരങ്ങള് എന്റെ ഫോണിലെത്തും. അതിന്റെ ലിങ്ക് ഞാൻ നിനക്ക് അയക്കാം. അത് വെച്ചിട്ട് അവരെവിടെയാണെന്ന് കണ്ടെത്തി അവിടെ ചെന്നിട്ട് അവരെ തീർത്തിരിക്കണം. പ്രതാപ, ഇനി ഈ പ്രഭാവതിക്ക് കേൾക്കേണ്ടത് രണ്ടും ചത്തു എന്നൊരു വാർത്തയായിരിക്കണം. ശരി ചേച്ചി. ആ പിള്ളേർ എത്ര ഹാപ്പി ആയിട്ടാ പോകുന്നല്ലേ? അതെ അതെ. ഒരു ദിവസം എനിക്കും തന്നെ ഇങ്ങനെ ബൈക്കിന്റെ പിന്നിലിരുത്തി
ട്രാവൽ ചെയ്യണം. കൊള്ളാലോ. അയ്യോ, അപകടം. അപകടം? സർ, ആ പോയ കുട്ടിക്ക് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. സർ, അപകടം. എന്ത് അപകടം സംഭവിക്കും സർ. അവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കണം. സർ, സാർ ഒന്ന് വണ്ടി അവരുടെ പിന്നാലെ വിട്. അല്ല, എന്താ? വേഗം സർ, ദൈവമേ. ഈ വഴി തന്നെയാ വരുന്നേ. എത്താറായിട്ടുണ്ട്. നമുക്ക് പതുക്കെ നീങ്ങിയാലോ? ഇനിയെല്ലാം നിന്റെ കയ്യിലാണ്. ഒച്ചയിടിക്ക് തീർത്തേക്കണം. എടുത്തോ. വിശാൽ സർ, പാർവതി, സർ, വിശാൽ സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.